നമസ്കാരം കൂട്ടുകാരെ, പള്ളിപ്പുറം ഡോക്സിലേക്ക് സ്വാഗതം. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നൂറ്റാണ്ടിന്റെ ജനനായകൻ എരിഞ്ഞടങ്ങി. മലയാളക്കര മൊത്തം ഇരമ്പി വന്ന അന്ത്യയാത്ര. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതവർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾ ആ അന്ത്യയാത്രയിൽ പങ്കുചേർന്നു. VSന്റെ രാഷ്ട്രീയ നിലപാടുകളെ എതിർത്തിരുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ, സംഘപരിവാറിന്റെ നേതാക്കൾ, BJP നേതാക്കൾ, അങ്ങനെ തുടങ്ങി എല്ലാവരും VSന് അന്തിമോപചാരം അർപ്പിക്കുകയും VSനെ പറ്റി ആത്മാർത്ഥമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കളും സംഘപരിവാർ നേതാക്കളും അതുപോലെ തന്നെ KM ഷാജഹാനെയും ജോയി മാത്യുവിനെയൊക്കെ പോലെയുള്ള ചില വിദ്വാൻമാരും കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് ഈ മരണത്തെയും അന്ത്യയാത്രയെയും കണ്ടത്. അവരെല്ലാം അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനെ കണ്ടുപോലും. അതാണ് അവർ പറയുന്നത്. കുരുടന്മാർ ആനയെ കണ്ട കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കാലിൽ പിടിച്ചവനും കൊമ്പിൽ പിടിച്ചവനും തുമ്പിക്കൈയിൽ പിടിച്ചവനും വാലിൽ പിടിച്ചവനും ഒക്കെ ഒരുപോലെ തീരുമാനിച്ചു, ഇതാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ്, ഫിനിഷിംഗ് പോയിന്റാണ് എന്ന രീതിയിലാണ് അവരൊക്കെ കണ്ടെത്തൽ നടത്തിയത്. എന്നാൽ ആ പാതയോരങ്ങളിൽ ഇരമ്പിയാർത്തു വന്ന കേരളത്തിന്റെ ലക്ഷക്കണക്കിന് ബാല്യകൗമാരങ്ങളും യൗവനങ്ങളുമെല്ലാം മഹാനായ പോരാളിക്ക് അന്തിമാഭിവാദനം അർപ്പിക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ മറ്റൊരു വികാരമായിരുന്നു. വയലാറിന്റെ ഒരു ഗാനത്തിൽ പറയുന്നത് പോലെ, നാളത്തെ പ്രഭാതത്തിൽ ഈ കനൽ ഊതി ഊതി കാലമൊരു കത്തുന്ന പന്തമാക്കും, തീ പന്തമാക്കും എന്നാണ് അവർ മനസ്സിൽ കരുതിയത്. നാളത്തെ നിശീഥത്തിൽ ഈ മുത്ത് രാഗി രാഗി കാലമൊരു നക്ഷത്ര ജ്വാലയാക്കും, തീ ജ്വാലയാക്കും എന്നാണ് അവർ മനസ്സിൽ കണ്ടത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ആ പാതയോരങ്ങളിലെല്ലാം ഇരമ്പിയാർത്ത യുവാക്കൾ, യുവതികൾ, ബാല്യകൗമാരങ്ങൾ ഒക്കെ ഒരേ മുദ്രാവാക്യം ഏറ്റുവിളിച്ചിരുന്നത്. അവർ വിളിച്ചതെന്താണ്? അങ്ങ് വിളിച്ച ആ മുദ്രാവാക്യം മറ്റൊരു തലമുറ ഏറ്റുവിളിക്കും, അങ്ങ് വിളിച്ച ചെങ്കൊടി ഞങ്ങൾ പുത്തൻ തലമുറ കൈകളിലേന്തും എന്നാണ് അവർ വിളിച്ചത്. ഇതിൽ കൂടുതൽ എന്ത് അന്ത്യാഞ്ജലിയാണ് മഹാനായ ആ പോരാളിക്ക് കൊടുക്കാനുള്ളത്? അതുകൊണ്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനെ കണ്ടെത്തിയ പോഴന്മാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ആലപ്പുഴയുടെ മണ്ണിൽ ഒരു പ്രത്യേകതരം ചെടിയുണ്ട്. യൂപ്പറ്റോറിയം എന്നാണ് അതിന്റെ പേര്. പക്ഷെ ഈ യൂപ്പറ്റോറിയം എന്ന് ആലപ്പുഴക്കാരും പറയാറില്ല. കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ് ആ ചെടിക്ക് പറയുന്നത്. അതിന്റെ പ്രത്യേകത, വേനൽക്കാലത്ത് അതിന്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങി കരിഞ്ഞൊക്കെ നിൽക്കുന്നത് കാണാം. പക്ഷേ പോയ വർഷത്തേക്കാൾ ഇരട്ടി എണ്ണമായിട്ടാണ് കന്നിമണ്ണിലേക്ക് പുതുമഴ വരുമ്പോൾ അത് കിളിർത്തു വരുന്നു. അത്ര മാത്രമേ ഈ അവസാന കമ്മ്യൂണിസ്റ്റിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരോട് പറയാനുള്ളൂ. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവിന് എക്കാലവും, ഞാൻ ആലപ്പുഴയിലെ എന്നല്ല, ലോകത്തെ തന്നെ തൊഴിലാളി വർഗം ഓർത്തുകൊണ്ടേയിരിക്കും. അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു മഹാനായ VS. കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ
പള്ളിപ്പുറം പ്രദീപ്.